ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. അബ്രഹാമിനോട് ദൈവം ചെയ്ത, അല്ലെങ്കിൽ അബ്രഹാമിനോട് ദൈവം അരുളി ചെയ്ത ഒരു വചനമാണ് നമ്മളിപ്പോൾ ഇവിടെ വായിച്ചത്. ഈ വചനം ദൈവം അബ്രഹാമിനോട് പറയാനുള്ള കാരണം എന്തെന്നറിയാമോ? അബ്രഹാം ദൈവത്തിന്റെ വാക്ക് അനുസരിച്ചു. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. തന്റെ ഏകജാതനായ മകനെ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അബ്രഹാം വിശ്വാസത്തോടെ, സന്തോഷത്തോടെ ആ മകനെ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ തയ്യാറായി. ആ തയ്യാറായ കുഞ്ഞിന്റെ മേൽ ഒരു വലിയ അത്ഭുതം ചെയ്ത് ആ മകൻ മരിക്കേണ്ട സ്ഥാനത്ത് ഒരു ആട്ടുകുട്ടിയെ അറുത്ത് അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി അബ്രഹാമിനെ ദൈവം കാണിച്ചു. ദൈവം പറഞ്ഞ വാക്ക് അനുസരിച്ച് അബ്രഹാമിന് ദൈവം കൊടുത്ത അനുഗ്രഹ വചനമാ, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. അടുത്തത്, നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. അപ്പൊ നമ്മൾ ഈ ദൈവത്തെ അനുസരിച്ചാൽ എന്ത് അനുഗ്രഹങ്ങളാണ് നമുക്ക് കിട്ടുന്നതെന്നറിയാം. പലപ്പോഴും നമ്മൾക്ക് ലോകത്തിലുള്ള പല കാര്യങ്ങളും ചെയ്യാനും പലരെ അനുസരിക്കാനും നമ്മളെല്ലാവരും വളരെ മിടുക്കരാണ്, തയ്യാറാണ്. പക്ഷെ ഈ യേശു കർത്താവിനെ, ഈ ദൈവത്തെ ഒന്ന് അനുസരിക്കാൻ നമുക്ക് എന്താ പ്രിയപ്പെട്ടവരെ കഴിയാത്തത്? ദൈവത്തെ അനുഗ്രഹിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ്. അബ്രഹാം ചെയ്തത് ഒറ്റ മാത്രമേ ഉള്ളൂ, തന്റെ ഏകജാതനായ മകനെ ദൈവത്തിന് അങ്ങ് വിട്ടുകൊടുത്തു. പക്ഷെ ദൈവം ഒരിക്കലും ആ മകനെ കൊന്നില്ല. പക്ഷെ ദൈവത്തിന് വേണ്ടത് നമ്മുടെ ഹൃദയത്തെയാണ്. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനത്തെ നോക്കിയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. നമ്മൾ എത്ര കാലമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല. പ്രവചന പുസ്തകത്തിൽ ഇങ്ങനെ പറയും, നിങ്ങളുടെ വസ്ത്രങ്ങളെ അല്ല കീറേണ്ടത്, നിങ്ങളുടെ ഹൃദയം കീറിയാണ് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ ഒരു ജൽപ്പനമായി തീരാറില്ലേ? നമ്മുടെയൊക്കെ പ്രാർത്ഥനകളൊക്കെ മറ്റു പലരെ കാണിക്കാനുള്ളതായി തീരുന്നില്ലേ? അതുകൊണ്ടാണ് പല കാര്യങ്ങൾക്കും മറുപടി കിട്ടാത്തത്. ഒന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ട്, യേശു കർത്താവ് പറയുന്ന വാക്കുകൾ ഒന്ന് കേട്ടൊന്ന് അനുസരിച്ചാട്ട്, അനുഗ്രഹം ധാരാളമാ. അബ്രഹാമിന് കൊടുത്തത് വലിയ വാഗ്ദത്തമാണ്. നിന്റെ സന്തതി ദേശത്തെ അടക്കി വാഴാൻ പോവുക, ശത്രുക്കളൊക്കെ നിങ്ങളുടെ മുൻപാകെ കീഴടങ്ങാൻ പോകുകയാ. ഇന്ന് പകൽക്കാലം അബ്രഹാമിനെ വാഗ്ദത്തം കൊടുത്ത് അനുഗ്രഹിച്ച ദൈവം നമ്മളെയും അനുഗ്രഹിപ്പാൻ ശക്തനായി നമ്മുടെ മുൻപിലുണ്ട്. ഈ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവൻ ഐശ്വര്യമായി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. മത്സര സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവത്തിന്റെ വാക്ക് കേൾക്ക്, ദൈവത്തെ അനുസരിച്ച് മുൻപോട്ട് പോകുക. ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവിനുള്ള അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഈ പകൽക്കാലം ഈ വചനം നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ദൈവത്തിന് സന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.